നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. यात्रा के बाद से भारत और अमेरिका एक संतुलित और पारस्परिक रूप से लाभकारी द्विपक्षीय व्यापार समझौते का ഇന്ത്യ US വ്യാപാര കരാറിൽ ലോക്സഭയിൽ പ്രസ്താവന നടത്തി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. വികസിത ഭാരതത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പെന്ന് വാണിജ്യമന്ത്രി. കൃഷി, ക്ഷീരമേഖലകൾ സംരക്ഷിക്കുന്നുവെന്നും ചില മേഖലകളിൽ അമേരിക്കയേക്കാൾ നേട്ടം ഇന്ത്യക്കാണെന്നും വിശദീകരണം. 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ പ്രധാനം. വിവിധ സ്രോതസ്സുകളിൽ നിന്നും എണ്ണ ഉറപ്പാക്കുമെന്നും മന്ത്രി. PM കോംപ്രമൈസ് പോസ്റ്ററുകളുമായി പ്രതിപക്ഷം. രാജ്യസഭയിലും പ്രസ്താവന നടത്തും. നരവനെയുടെ പുസ്തകവുമായി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ. ലോക ശ്രദ്ധയാകർഷിച്ച വികസന പരിപ്രേക്ഷ്യം മുന്നോട്ട് വെച്ച് രാജ്യത്തിനും ആഗോള സമൂഹത്തിനും മുന്നിൽ അഭിമാനാർഹമായ നേട്ടങ്ങൾ മുന്നോട്ട് വെച്ച സംസ്ഥാനത്തോട് തുറന്നു വരുന്ന അവഗണന ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങളെ അവഹേളിക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന കേന്ദ്ര നിലപാട് സംസ്ഥാനത്തോടുള്ള പ്രതികാര നടപടിയെന്ന് പ്രമേയത്തിൽ ആരോപണം. പ്രമേയം ഐകകണ്ഠേന അംഗീകരിച്ചു സഭ. സഭയിൽ ഇന്നും പ്രതിപക്ഷം. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. സ്പീക്കറുടെ ഡയസിലേക്ക് അതിക്രമിച്ചു കയറിയതുൾപ്പെടെയുള്ള പ്രതിപക്ഷ നടപടികളെ അപലപിച്ചും പ്രമേയം പാസാക്കി നിയമസഭ. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ നിയമസഭയിൽ പരസ്യമായി തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വകാര്യ ബസ്സുകൾ ഓടുന്ന റൂട്ടുകളിൽ KSRTC ഒഴിവാക്കാൻ കഴിയില്ല എന്നും അത് സർക്കാർ നയമല്ല എന്നും മുഖ്യമന്ത്രി ഇടപെട്ടതോടെ നിലപാട് മാറ്റി മന്ത്രി ഗണേഷ് കുമാർ. ബസ്സുകൾ പിൻവലിക്കില്ലെന്നും എന്നാൽ മത്സര ഓട്ടത്തിനില്ല എന്നും മന്ത്രി. SIR വിഷയത്തിൽ നേരിട്ട് വാദിക്കാൻ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സുപ്രീം കോടതിയിൽ. മമതയുടെ നിർണായക നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ആദ്യ സിറ്റിംഗ് മുഖ്യമന്ത്രിയായി മമത. ശബരിമല സ്വർണ്ണക്കൊള്ള അതിസങ്കീർണമായ കേസെന്ന് ഹൈക്കോടതി. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിൽ ആശങ്കയില്ല. SIT അന്വേഷണം ശരിയായ ദിശയിലെന്നും കോടതി. കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിൽ. ജാമ്യ ഹർജി വിധി പറയാൻ മാറ്റി. അണ്ടർ-19 ലോകകപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെതിരെ. മത്സരം ഹരാരയിൽ. വനിതാ പ്രീമിയർ ലീഗിൽ നാളെ കിരീട പോരാട്ടം. ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യ US വ്യാപാര കരാറിൽ ലോക്സഭയിൽ പ്രസ്താവന നടത്തി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രധാന കരാറാണ് ഇതെന്ന് മന്ത്രി പറഞ്ഞു. തുടർച്ചയായ ചർച്ചകൾ ഫലം കണ്ടു. കർഷകരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും കൃഷി, ക്ഷീരമേഖലകൾ സംരക്ഷിച്ചുവെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ചില മേഖലകളിൽ അമേരിക്കയേക്കാൾ നേട്ടം ഇന്ത്യക്കാണ്. വലിയ തൊഴിലവസരങ്ങളാണ് തുറന്നിടുന്നത്. വികസിത ഭാരതത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഇത്. US നിന്നും എണ്ണ വാങ്ങുന്നത് കൂട്ടുമെന്ന് മന്ത്രി സൂചിപ്പിച്ചു. 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷയാണ് പ്രധാന ലക്ഷ്യം. വിവിധ സ്രോതസ്സുകളിൽ നിന്നും എണ്ണ ഉറപ്പാക്കും. കരാറിന് അന്തിമ രൂപം നൽകാൻ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കനത്ത പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് മന്ത്രി പ്രസ്താവന നടത്തിയത്. മോദി ട്രംപിന് കീഴടങ്ങി എന്ന പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കി. PM കോംപ്രമൈസ് എന്ന പോസ്റ്ററുകളുമായിട്ടാണ് പ്രതിഷേധം നടത്തിയത്. നടുത്തളത്തിൽ പ്രതിപക്ഷം ഇറങ്ങി പ്രതിഷേധിച്ചു. അതേസമയം രാജ്യസഭയിലും വാണിജ്യമന്ത്രി പ്രസ്താവന നടത്തി. सर्वोत्तम संभव परिणाम सुनिश्चित करना चाहेंगे. इन वार्ताओं के दौरान भारतीय पक्ष अपने संवेदनशील क्षेत्रों विशेषकर कृषि और दुग्ध क्षेत्रों के हितों की रक्षा सुनिश्चित करने में सफल रहा है. अमेरिकी पक्ष के भी कुछ ऐसे क्षेत्र थे जो उनके दृष्टिकोण से संवेदनशील थे. लगभग 1 वर्ष तक चले कई दौर के विचार विमर्श के बाद दोनों वार्ताकार दल द्विपक्षीय व्यापार समझौते के कई क्षेत्रों को अंतिम रूप देने में सफल रहे. 2 फरवरी 2026 को प्रधानमंत्री जी
और अमेरिकी राष्ट्रपति डोनाल्ड ट्रंप ने द्विपक्षीय और अंतर्राष्ट्रीय महत्व के कई मुद्दों पर फोन पर चर्चा की। इसके बाद राष्ट्रपति ट्रंप ने अमेरिका को किए जाने वाले ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉടൻ പ്രാബല്യത്തിലെന്നും മേക്ക് ഇൻ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി വാഷിംഗ്ടണിലെത്തി. US സ്റ്റേറ്റ് സെക്രട്ടറി, ട്രഷറി സെക്രട്ടറി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അന്താരാഷ്ട്ര ക്രിട്ടിക്കൽ മിനറൽസ് ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതിനിടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. വാഷിംഗ്ടണിൽ നടക്കുന്ന നിർണായക ധാതുമന്ത്രിതല യോഗത്തിന് മുന്നോടിയായാണ് കൂടിക്കാഴ്ച. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്താനുമുള്ള വഴികൾ ചർച്ച ചെയ്തു. വാഷിംഗ്ടണിൽ നടക്കുന്ന അന്താരാഷ്ട്ര ക്രിട്ടിക്കൽ മിനറൽസ് ഉച്ചകോടിയിൽ ഇന്ത്യയടക്കം 50 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റുമായും എസ് ജയശങ്കർ ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്ത്യ US വ്യാപാര കരാറും സാമ്പത്തിക സഹകരണവുമായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയങ്ങൾ. ഉഭയകക്ഷി സഹകരണം, പ്രാദേശിക ആഗോള പ്രശ്നങ്ങൾ എന്നിവയും ചർച്ചയായി. വ്യാപാരം, ഊർജ്ജം, ആണവ പ്രതിരോധം, നിർണായക ധാതുക്കൾ, സാങ്കേതികവിദ്യ എന്നിവയിലും ചർച്ച ചെയ്യപ്പെട്ടുവെന്നും ജയശങ്കർ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇൻഡോ പസഫിക് സഹകരണം മെച്ചപ്പെടുത്തുവാനും കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചു. ക്വാഡ് വഴി ഉഭയകക്ഷി ബഹുമുഖ സഹകരണം വികസിപ്പിക്കാനുള്ള പ്രതിബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇരുവരും കൂടിക്കാഴ്ച അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടന്ന ചർച്ചകൾക്ക് പിന്നാലെ ഇന്ത്യ US വ്യാപാര കരാർ നിലവിൽ വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. കരാർ പ്രകാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 25% നിന്ന് 18% കുറയ്ക്കാൻ വാഷിംഗ്ടൺ സമ്മതിച്ചിട്ടുണ്ട്. ഇത് ഉടനടി പ്രാബല്യത്തിൽ വരും. പ്രഖ്യാപനത്തിന് പിന്നാലെ എസ് ജയശങ്കർ വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്തിരുന്നു. ഈ കരാർ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുമെന്നും നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നും ഇന്ത്യയുടെ പ്രധാന സംരംഭമായ മേക്ക് ഇൻ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മുൻ കരസേന മേധാവി MM നരവനെയുടെ പുസ്തകവുമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിലെത്തിയത്. ഇതാണ് നരവനെയുടെ പുസ്തകമാണെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പുസ്തകം ഉയർത്തിക്കാട്ടി. രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് പുസ്തകത്തിലുള്ളത് എന്നും ഇക്കാര്യങ്ങൾ പാർലമെന്റിലല്ലാതെ മറ്റെവിടെയാണ് അവതരിപ്പിക്കേണ്ടതെന്നും രാഹുൽ ചോദിച്ചു. और कहा कि देखिए कैलाश रिच पर चाइनीज टैंक्स आ गए हैं, हमारी टेरिटरी कैलाश रिच पर चाइनीज टैंक्स आ गए हैं, हमें क्या करना है? पहले राजनाथ सिंह जी ने उनको रिप्लाई नहीं किया. उन्होंने जयशंकर जी से पूछा, NSA से पूछा, राजनाथ सिंह जी से पूछा, कोई रिप्लाई नहीं. बुक ऊपर कर लीजिए. फिर उन्होंने राजनाथ सिंह जी ने कहा कि मैं टॉप से पूछता हूं. साइड में कर लो. ऑर्डर था, स्टैंडिंग ऑर्डर था टॉप का कि अगर चाइनीज फोर्सेस अंदर आएंगी तो उनके बिना हमारे पूछे फायर नहीं करेंगे. പാർലമെന്റ് കവാടത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കേന്ദ്ര സഹമന്ത്രി റവനീത് സിംഗ് ബിട്ടുവും തമ്മിൽ വാക്കുതർക്കം. യുദ്ധം ജയിച്ചു വന്നതാണോ എന്ന് സമരം ചെയ്യുന്ന എംപിമാരോട് ബിട്ടു ചോദിച്ചതാണ് തർക്കത്തിന് തുടക്കം. ബിട്ടു ചതിയനാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന നേതാവായിരുന്നു ബിട്ടു. जंग जीत के आए. Hello. Here is a traitor walking right by. Take a look at your face. That's what it looks like. Hello, brother. Sir, thoda. My traitor friend. Surrender. Don't worry, you'll come back. Surrender. Yes. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സുപ്രീം കോടതിയിൽ SIR വിഷയത്തിൽ നേരിട്ട് വാദം അറിയിക്കാനാണ് മമത കോടതിയിൽ ഹാജരായത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവെയാണ് മമതയുടെ നിർണായക നീക്കം. ബംഗാളിലെ SIRനെതിരായ ഹർജിയിൽ ഇന്ന് നേരിട്ട് ഹാജരാകാൻ മമതാ ബാനർജി അനുമതി തേടിയിരുന്നു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. ബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വ്യാപകമായ ക്രമക്കേട് നടന്നു എന്നാണ് മമതാ ബാനർജി നൽകിയ ഹർജിയിലെ ആരോപണം. സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ആദ്യത്തെ സിറ്റിംഗ് മുഖ്യമന്ത്രിയാണ് മമത.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വാഭാവിക ജാമ്യം കിട്ടിയതുകൊണ്ട് പ്രതികൾ രക്ഷപ്പെടില്ല എന്ന് ഹൈക്കോടതി. അതിസങ്കീർണമായ കേസാണെന്നും പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നതിൽ ആശങ്കയില്ല എന്നും കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, നേരത്തെ ഈ സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് ലഭിക്കുന്നതിൽ ചെറിയ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഹൈക്കോടതി അക്കാര്യം കൃത്യമായി പറയുന്നു, സ്വാഭാവിക ജാമ്യം കിട്ടിയതുകൊണ്ട് പ്രതികൾ രക്ഷപ്പെടില്ല എന്ന്. എന്തൊക്കെയാണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാട്ടുന്നത്? പ്രധാനമായും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പുറപ്പെടുവിച്ചിട്ടുള്ളത്. സ്വാഭാവിക ജാമ്യം കിട്ടിയാലും പ്രതികൾ ആരും തന്നെ രക്ഷപ്പെടില്ല, അത് ഹൈക്കോടതി ഉറപ്പിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് ആശങ്ക വേണ്ട എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന കാര്യം. ജാമ്യം പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ച് നിരന്തരമായി പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെയും ഈ സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിനെതിരെയും പ്രാഥമിക കുറ്റപത്രം ഫയൽ ചെയ്യാത്തതിനെതിരെയും നിരന്തരമായി വിമർശനങ്ങൾ നടത്തുന്നത് കൊണ്ട് അത് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ പൊതുജനങ്ങൾക്ക് സംശയമുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. അങ്ങനത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എടുത്തു പറഞ്ഞുകൊണ്ട് ഡിവിഷൻ ബെഞ്ച്, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്ന ഡിവിഷൻ ബെഞ്ച്, പ്രതികളെല്ലാവരും ശിക്ഷിക്കപ്പെടും എന്ന് ഡിവിഷൻ ബെഞ്ചിന് ഉറപ്പുണ്ട്. ഇവരാരും രക്ഷപ്പെടില്ല. അതിസങ്കീർണമായ കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തൊണ്ടി മുതലും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കണ്ടെത്താനും അത് എത്ര അളവിലുള്ള സ്വർണം മോഷണം ചെയ്തു പോയിട്ടുണ്ട് എന്നറിയാനും ശാസ്ത്രീയമായ പരിശോധനകളൊക്കെ വേണം. അതിന്റെ സമഗ്രമായ ഒരു കുറ്റപത്രം ഫയൽ ചെയ്തില്ലെങ്കിൽ പ്രതികൾ രക്ഷപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്, പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി എന്നുള്ളത് കേസിന്റെ ഒരു മെറിറ്റിലേക്ക് ബാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ കിട്ടിയാലും പ്രതികൾ ആരും തന്നെ രക്ഷപ്പെടില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ നിർണായക നിരീക്ഷണം. പ്രതികൾ സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് ലഭിച്ചാലും അവർ രക്ഷപ്പെടില്ല എന്നുള്ള നിരീക്ഷണമാണ് കോടതി നടത്തുന്നത്. അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി വിധി പറയാനായി മാറ്റി. വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് 14 ദിവസത്തേക്കും നീട്ടി. കട്ടിളപ്പാളി കേസിലെ ജാമ്യ ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായത്. ജാമ്യ ഹർജിയിൽ കോടതി വിധി വൈകാതെയുണ്ടാകും. ദ്വാരപാലക കേസിൽ പോറ്റിക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യ ഹർജി ഈ മാസം 11 പരിഗണിക്കും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ നിയമപരമായ അവകാശമായ സ്വാഭാവിക ജാമ്യത്തിനാണ് ബൈജു ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ED വീണ്ടും ചോദ്യം ചെയ്യും. മുരാരി ബാബുവിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ. 2019 മുതൽ 2025 വരെയുള്ള കാലയളവിൽ മുരാരി ബാബുവിന്റെ സ്വത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്നും ED കണ്ടെത്തി. മുരാരി ബാബുവിന്റെ മൊഴി പരിശോധിച്ച ശേഷം വീണ്ടും വിളിപ്പിക്കാനാണ് EDയുടെ നീക്കം. ശബരിമല വിഷയത്തിൽ തുടർച്ചയായ 2ാം ദിവസവും നിയമസഭ പ്രക്ഷുബ്ധം. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വന്നു. പ്രതിപക്ഷ നേതാവിന്റെ സമനില തെറ്റിയെന്നും ഇരട്ടത്താപ്പിന്റെ നേതാവ് എന്നും മന്ത്രിമാരായ P രാജീവും MB രാജേഷും വിമർശിച്ചു. സമരത്തിൽ നിന്നും 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്നും മന്ത്രിമാർ കടന്നാക്രമിക്കുന്നത് ഭയം കൊണ്ടാണെന്നും പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. ശബരിമല വിഷയത്തിൽ സഭ പ്രക്ഷുബ്ധമാക്കി ബഹിഷ്കരിക്കുക എന്ന നിലപാടാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം മുതൽ സ്വീകരിക്കുന്നത്. ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ തന്നെ പ്രതിഷേധം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം സഭയിലുണ്ടായ സംഭവ വികാസങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിച്ചത്. പ്രതിപക്ഷ അംഗങ്ങൾ വാച്ച് ആൻഡ് വാർഡിനെ വടികൊണ്ടടിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ചൊല്ലിയായിരുന്നു വാക്പോരിന് തുടക്കം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വാസ്തവ വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ വാച്ച് ആൻഡ് വാർഡിനെ വടികൊണ്ട് അടിച്ചു എന്നുള്ള തെറ്റായൊരു പ്രസ്താവന നടത്തി. അദ്ദേഹം അത് പിൻവലിക്കണം. അങ്ങ് ഒരിക്കൽ കൂടി ചെയർ റിക്വസ്റ്റ് ചെയ്യുന്നത് ഹൗസ് ഡിസ്ട്രപ്റ്റ് ചെയ്യരുത്. ഡിബേറ്റിന്റെ വേദിയാണ് ഹൗസ്, അതിനുള്ള വേദി ഒരുക്കണം എന്നാണ് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ വിമർശിച്ച് മന്ത്രിമാരായ MB രാജേഷും P രാജീവും രംഗത്ത് വന്നു. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരുകൾ പരാമർശിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ. പിന്നെ കണ്ടത് രൂക്ഷമായ വാക്പോര്. പാപ്പരത്വം കൊണ്ടാണ് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉയർത്താൻ ശ്രമിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചോ സോണിയാഗാന്ധിയെ കുറിച്ചോ പറഞ്ഞതിൽ ഏത് വാക്കാണ് അധിക്ഷേപകരം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയണം. ജനതാല്പര്യമല്ല, ഞാൻ എന്നൊറ്റ വികാരത്തിനകത്ത് അടിപ്പെട്ട് കിടന്ന് നിരവധിയ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറുമ്പോ എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാൻ. നേതാക്കന്മാർ തമ്മിൽ വാക്പോര് തുടരുമ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്ലക്കാർഡുകളുമായി മുദ്രാവാക്യം വിളിച്ചു. ചോദ്യം നമ്പർ 121
എൽദോസ് പി കുന്നപ്പള്ളിയിൽ നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 122 ശ്രീ ടി.പി. രാമകൃഷ്ണൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കെ. ശാന്തകുമാരി, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. തുടർന്ന് സഭ പൂർണ്ണമായും ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. അതേസമയം സ്പീക്കറുടെ ചേംബറിനകത്തേക്ക് അതിക്രമിച്ച് കയറിയതുൾപ്പെടെ കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിപക്ഷ നടപടികളെ അപലപിച്ച് നിയമസഭ പ്രമേയം പാസാക്കി. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്നാരോപിച്ച് നിയമസഭ പ്രമേയം പാസാക്കി. എയിംസിലും വിഴിഞ്ഞം തുറമുഖത്തിലും അതിവേഗ റെയിലുമടക്കം കേന്ദ്രം കേരളത്തോട് കാട്ടിയത് പ്രതികാര നടപടിയെന്ന് പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി വിമർശിച്ചു. സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയതിനാൽ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം സഭയിലുണ്ടായിരുന്നില്ല. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തെ ഭരണപക്ഷം വിമർശിച്ചു. ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിശദീകരണം. കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടുള്ള ബജറ്റാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും വിമർശനം ശക്തമാക്കുന്നതിനിടെയാണ് ഇക്കാര്യത്തിൽ നിയമസഭാ പ്രമേയം പാസാക്കിയത്. കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളെ കേന്ദ്രം കാലങ്ങളായി തഴയുകയാണെന്നും എയിംസ് സ്ഥാപിക്കുന്നതിനായി സ്ഥലം കണ്ടെത്തി നൽകിയിട്ടും കേന്ദ്ര സർക്കാർ മൗനം തുടരുകയാണെന്നും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള ന്യായയുക്തമായ ആവശ്യങ്ങൾ പലതിനും യാതൊരു പരിഗണനയും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നത് കേരള സമൂഹത്തെ ഒന്നാകെ നിരാശപ്പെടുത്തുന്നതാണ്. അതിനപ്പുറം രാജ്യത്തിൻ്റെ അന്തസ്സിനെ ലോക സമൂഹ മധ്യത്തിൽ ഇടിച്ചു താഴ്ത്തുന്നതുമാണ്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തികവും വികസനപരവുമായ നില ഭദ്രമാകുമ്പോൾ മാത്രമേ രാജ്യത്തിന് തലയുയർത്തി നിൽക്കാനാകൂ എന്നും എന്നാൽ കേന്ദ്രം ജനാധിപത്യ മൂല്യങ്ങളെ പോലും വിസ്മരിക്കുകയാണെന്നും പ്രമേയത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കി. അതേസമയം സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയതിനാൽ പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. കേന്ദ്രത്തിനെതിരായ പ്രമേയം നിയമസഭ പാസാക്കുമ്പോൾ ഭേദഗതി ചൂണ്ടിക്കാട്ടാൻ പ്രതിപക്ഷം ഇല്ലാതിരുന്നതിനെ ഭരണപക്ഷം വിമർശിച്ചു. പ്രതിപക്ഷം ഈ പ്രമേയത്തെ കൂടെ നിൽക്കാതെ ബഹിഷ്കരിച്ചിട്ട് പ്രതിപക്ഷത്തിന്റെ തൊടുന്യായത്തിനെ പിന്തുണയ്ക്കുക എന്നത് രാജാവിനേക്കാൾ തൊടുന്യായമാണ്. നോക്കൂ, കേന്ദ്ര സർക്കാർ പ്രമേയം സർക്കുലേറ്റ് ചെയ്ത പ്രമേയമല്ലേ. എന്നാൽ പ്രമേയം പാസാക്കുന്ന വിവരം തങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിശദീകരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ തിരുത്തി മുഖ്യമന്ത്രി. സ്വകാര്യ ബസ്സുകൾ ഓടുന്ന റൂട്ടുകളിൽ KSRTC ഒഴിവാക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് സർക്കാർ നയമല്ല എന്നും അനാരോഗ്യകരമായ മത്സരം വേണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രി ഇടപെട്ടതോടെ നിലപാട് തിരുത്തി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. KSRTC ബസ്സുകൾ പിൻവലിക്കാൻ കഴിയില്ല, മത്സര ഓട്ടത്തിന് ഇല്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏണിംഗ്സ് പെർ കിലോമീറ്റർ ആണ്. 2021 ഒരു ബസ് 1 കിലോമീറ്റർ ഓടുമ്പോൾ നേടിയിരുന്നത് 34 രൂപ 62 പൈസയായിരുന്നു. 2022 ബസ് നേടുന്നത് 46.84 ആണ്. 2023 48.16 ആയി. 2024 48.46 ആയി. 2025 50.88 ആയി. 2026 ഇന്ന് വരെ 31/1 വരെ ഏതാണ്ട് 50.81 എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശരാശരിയാണ് ഈ ഏണിംഗ്സ് പെർ കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏണിംഗ്സ് പെർ കിലോമീറ്റർ ആണ് സാർ. മുഖ്യമന്ത്രി ബഹുമാനായ മന്ത്രി പറഞ്ഞപ്പോ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന സ്ഥലത്ത് ഈ KSRTC ബസ് ഓടാതിരിക്കുക അതൊരു നയമായിട്ട് പറയുന്ന പോലെ തോന്നി. അങ്ങനെ വന്നാൽ അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അൺഹെൽത്തി കോമ്പറ്റീഷൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ്, അത് ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇന്ന് കേരളത്തിൽ ധാരാളം പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന റൂട്ടിലും KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്. അവിടെ നിന്നെല്ലാം KSRTC ബസ്സുകൾ പിൻവലിക്കുക എന്നൊരു നയം നമ്മുടെ ഗവൺമെന്റിന് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ആ തരത്തിലേക്ക് പോയാൽ അത് വിഷമായി മാറുന്നതുകൊണ്ടാണ് അത് വ്യക്തമാക്കുന്നത്. പ്രൈവറ്റ് ബസ്സുമായി അൺഹെൽത്തി കോമ്പറ്റീഷൻ അല്ല. പ്രൈവറ്റ് ബസ് ഓടുന്ന എല്ലാ സ്ഥലത്തും മാറുന്ന പ്രശ്നമേ ഇല്ല. ഈ പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലത്തെല്ലാം നമ്മൾ വണ്ടി ഓടുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് തീരെ വണ്ടിയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ വണ്ടികൾ ഓടിച്ചപ്പോൾ കളക്ഷൻ കിട്ടി. ഇവരുമായി മത്സരിച്ച് ലോക്കൽ ബസ്സുകളൊക്കെ ഇങ്ങനെ മത്സരിക്കാൻ, ആ മത്സരത്തിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ വന്നുകൊണ്ടാണ്. കാരണം അതിനകത്ത് എല്ലാ സ്ഥലത്തും മാറിക്കൊടുക്കുമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ എല്ലാ സ്ഥലത്തും പക്ഷിപ്പനി ഭീതി വിട്ടൊഴിയാതെ ആലപ്പുഴ. കോഴി, താറാവ്, കാട എന്നിവയിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും കാക്കകളിൽ രോഗവ്യാപനം തുടരുന്നതാണ് പുതിയ ആശങ്ക. തഴക്കരയിൽ കാക്ക ചത്തത് പക്ഷിപ്പനി മൂലമാണെന്ന് തിങ്കളാഴ്ച സ്ഥിരീകരിച്ചതോടെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന വീണ്ടും തുടരുകയാണ്. ദേശാടന പക്ഷികളുടെ വിഭാഗത്തിലാണ് കാക്ക എന്നതിനാൽ പ്രദേശത്തെ വളർത്തുപക്ഷികളെ കൊല്ലേണ്ട സാഹചര്യമില്ല എന്നതാണ് നിലവിലുള്ള ഏക ആശ്വാസം.
പക്ഷിപ്പനിയെക്കുറിച്ച് പഠിക്കാൻ ചൊവ്വാഴ്ച ജില്ലയിലെത്തിയ കേന്ദ്ര സംഘം പക്ഷിപ്പനി ബാധിത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. വിവിധ മേഖലകളിൽ നിന്ന് 40 സാമ്പിളുകൾ ശേഖരിച്ചു. പക്ഷിപ്പനിക്ക് കാരണമായ H5N1 വൈറസിന്റെ ഉറവിടം കണ്ടെത്തുകയാണ് ലക്ഷ്യം. തണ്ണീർത്തടങ്ങളിലെത്തുന്ന ദേശാടന പക്ഷികൾ, താറാവ് വിപണി, കോഴി ഫാമുകൾ, നെൽവയലുകൾ എന്നിവിടങ്ങളിൽ നിന്ന് സാമ്പിളുകളടക്കം ശേഖരിച്ചു. മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ള മാരകമായ H5N1 വൈറസ് എങ്ങനെയാണ് എത്തിയതെന്നായിരിക്കും പ്രധാനമായും പരിശോധിക്കുക. പക്ഷിപ്പനി സ്ഥിരീകരിച്ച കോട്ടയം ജില്ലയിലും പരിശോധന നടത്തും. 3 ഘട്ടങ്ങളിലായി 16ഇടത്താണ് ജില്ലയിൽ ഇതുവരെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. 1ാം ഘട്ടത്തിൽ 28,000-ലേറെയും 2ാം ഘട്ടത്തിൽ 13,000-ന് മുകളിലും വളർത്തുപക്ഷികളെയാണ് പ്രതിരോധത്തിന്റെ ഭാഗമായി കൊന്നത്. മുഹമ്മ, കോടംതുരുത്ത് എന്നിവിടങ്ങളിലാണ് കാക്കകളിൽ നേരത്തെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. തഴക്കരയിലേതുകൂടിയാകുമ്പോൾ കാക്കകളിലെ രോഗബാധ 3ഇടത്തായി. സാധാരണ പക്ഷിപ്പനി പിടിവിട്ട് പക്ഷികൾ ചത്താൽ പ്രഭവ കേന്ദ്രത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ കൊല്ലാറുണ്ട്. എന്നാൽ കാക്കയ്ക്ക് പിടിപെട്ടതിനാൽ വളർത്തുപക്ഷികളെ കൊല്ലാതെ മറ്റ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് അധികൃതർ. ഇതിനായി പ്രത്യേകം സുരക്ഷാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. കാസർഗോഡ് കുമ്പളയിലെ താൽക്കാലിക ടോൾ പിരിവ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള കേന്ദ്ര ഗതാഗത മന്ത്രിയുടെ നടപടി രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് BJP. താൽക്കാലിക ടോൾ പ്ലാസ നിർത്തലാക്കുവാൻ BJP സംസ്ഥാന നേതൃത്വം അടക്കം 6 മാസം മുൻപ് കേന്ദ്ര ഗതാഗത മന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നതായി ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി മാധ്യമങ്ങളോട് പറഞ്ഞു. മഞ്ചേശ്വരം MLA വേണ്ട ഇടപെടലുകൾ നടത്താതെ സാധാരണക്കാരായ ജനങ്ങളെ സമരത്തിലേക്ക് തള്ളിവിട്ടെന്ന് BJP ജില്ലാ നേതൃത്വം ആരോപിച്ചു. അതേസമയം ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിലുള്ള ശക്തമായ ഇടപെടലും സമരപരിപാടികളും ഹൈക്കോടതിയിൽ ഹർജി നൽകിയതും ടോൾ അവസാനിപ്പിക്കുവാൻ കേന്ദ്രത്തെ നിർബന്ധിതരാക്കിയെന്ന് UDF-ഉം മഞ്ചേശ്വരം MLA-യും അവകാശവാദമുയർത്തി രംഗത്തെത്തി. ടോൾ പിരിവ് റദ്ദാക്കിക്കൊണ്ടുള്ള കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഉത്തരവ് ഇന്ന് ഉച്ചയോടെ പുറത്തുവരും. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് MLA ആയിട്ട് ഒരു ഡെവലപ്മെന്റ്സ് ഇവിടെ മഞ്ചേശ്വരത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എന്ത് ഡെവലപ്മെന്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഇവിടെ 0 ആണ്, ഒട്ടം പൂജ്യമാണ്. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ മുമ്പ് വെച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അവർക്ക് വെയിലത്തിൽ നിപ്പിച്ചുകൊണ്ട് ലാട്ടി ചാർജും കിട്ടി, കേസും കിട്ടി. ഇവിടുത്തെ ജനങ്ങളെ ശാന്തി സമാധാനം കളഞ്ഞിട്ടായിട്ട് ജനങ്ങളുടെ ഇടയിൽ സംഘർഷം കൊണ്ടുവന്നിട്ടുള്ള ഈ ഒറ്റ ഒരു MLA ആണ് AK അഷ്റഫ്. അപ്പോൾ UP-യിലെ ഗാസിയാബാദിൽ 3 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു. 16, 14, 12 വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയിൽ പൂജാമുറിയിൽ കയറി വാതിലടച്ച ശേഷം പെൺകുട്ടികൾ ജനൽ വഴി പുറത്തേക്ക് ചാടുകയായിരുന്നു. കെട്ടിടത്തിന്റെ 9ാം നിലയിൽ നിന്നുമാണ് ചാടിയത്. കൊറിയൻ ഗെയിമുകളിൽ അടിമകളായിരുന്നു കുട്ടികൾ എന്നാണ് വിവരം. കൊല്ലത്ത് ചുരിദാർ ധരിച്ചെത്തിയ പ്രധാന അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ല എന്ന് പരാതി. കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സംഭവം. സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് അധ്യാപികയെ തടഞ്ഞതെന്ന് ഗേറ്റ് കീപ്പർ വ്യക്തമാക്കി. പ്രധാന അധ്യാപിക ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നീട് പോലീസ് എത്തിയാണ് അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചത്. എന്ത് വസ്ത്രമിട്ടും വരാമെന്നും തടയാൻ പറഞ്ഞിട്ടില്ല എന്നും സ്കൂൾ മാനേജറും വിശദീകരിച്ചു. അണ്ടർ-19 ഏകദിന ലോകകപ്പിന്റെ 2ാം സെമി ഫൈനലിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടുകയാണ്. സിംബാബ്വെ ഹരാരെയിലാണ് മത്സരം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന അഫ്ഗാൻ ഇപ്പോൾ 24 റൺസ് എടുത്തിട്ടുണ്ട്. വനിതാ പ്രീമിയർ ലീഗിൽ നാളെ കിരീട പോരാട്ടം. ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. എലിമിനേറ്റർ മത്സരത്തിൽ ഗുജറാത്ത് ജയൻസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഡൽഹി ഫൈനൽ ഉറപ്പിച്ചത്. വനിതാ പ്രീമിയർ ലീഗിൽ തുടർച്ചയായ 4ാം തവണയാണ് ഡൽഹി ഫൈനൽ യോഗ്യത നേടുന്നത്. വഡോദരയിൽ നാളെ വൈകിട്ട് 7:30 മുതലാണ് മത്സരം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.